ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി രേവതിക്ക് ഒരു പൂക്കച്ചവടമൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വീടിന്റെ മതിലിനോട് ചേർന്ന് തന്നെയാണ് അങ്ങനെ ഒരു കട ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത് വലിയ സന്തോഷത്തോടെയും ഭയങ്കര ഉത്സാഹത്തോടു കൂടിയൊക്കെയാണ് രേവതി ആ പൂക്കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ സച്ചി ആണെങ്കിൽ ഈ ഒരു കടയുടെ ചെറിയൊരു പരസ്യം എന്ന നിലയ്ക്ക് ഒരു ചെറിയ നോട്ടീസൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് തന്റെ കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ കൊടുക്കുന്നുണ്ട്, പരിചയക്കാർക്കൊക്കെ അത് വിതരണം ചെയ്യുകയാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ സുധി ആണെങ്കിൽ പാർക്കിൽ ഇങ്ങനെ കിടന്നുറങ്ങാനും ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാൻ വരാ അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു ജോലിയും കൂലിയും ഒന്നുമില്ല എങ്കിലും വലിയ വർത്താനത്തിനൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ സുധി വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരു കച്ചവടം ഈ നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ ഇങ്ങനെ വെക്കുന്നത് വലിയൊരു നാണക്കേടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷോപ്പിൽ നിന്നും ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പലരും വരും, അവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്, എനിക്കത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇങ്ങോട്ട് അവരെ കൊണ്ടുവരണ്ട, എന്തായാലും നിന്റെ ഭാര്യയുടെ കച്ചവടം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അങ്ങനെ രേവതിയുടെ ആ ഒരു ജോലിയെ തരം താഴ്ത്തി സംസാരിക്കുകയാണ് സുധി എന്നിട്ട് അവൻ്റെ ജോലിയെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സച്ചി ഇങ്ങനെ ഓട്ടം പോയിട്ട് നേരെ ആ പാർക്കിലെത്തുകയാണ്. എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധി കിടന്നിറങ്ങുന്ന ആ പാർക്കുണ്ടല്ലോ, അവിടെ എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ സച്ചി പറയാണ്, മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈ പാർക്കിൽ ഒരുപാട് പേരുണ്ടായിരിക്കും, എന്തായാലും ഈ നോട്ടീസ് അവർക്കൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വേഗം സച്ചി ചെല്ലുകയാണ്, ആ നോട്ടീസൊക്കെ കയ്യിൽ പിടിച്ചിട്ട്. അങ്ങനെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും ആ പാർക്കിന്. അപ്പോൾ സെക്യൂരിറ്റിയോട് കുറച്ച് നോട്ടീസ് സെക്യൂരിറ്റി കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് കൊടുക്കണം, എൻ്റെ ഭാര്യ പുതിയൊരു പൂക്കട തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് ആ സെക്യൂരിറ്റി സമ്മതിക്കുകയാണ്. അങ്ങനെ അയാൾക്കൊരു ടിപ്പായി എന്നുള്ള നിലയിൽ കുറച്ച് ഒരു 50 രൂപ എങ്ങാണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു സന്തോഷമാവാണ്. ചായ കുടിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് കാണുന്ന ഒരു കാഴ്ച സുധിയെയാണ്. സുധിയാണെങ്കിൽ പലതവണ പലരുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മുടെ സച്ചിയുടേതായാലും അതുപോലെ തന്നെ ശ്രുതിയുടെ കണ്ണിൽ നിന്നും അങ്ങനെ പലവട്ടം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ സുധി പിടിക്കപ്പെടുകയാണ്. സച്ചി കാണുന്ന കാഴ്ച അവിടെ ഇരുന്ന് കപ്പലണ്ടി കുറിക്കുന്ന സുധിയെയാണ്. കൂടെ ആ ഒരു കൂട്ടുകാരനുമുണ്ട്. അപ്പൊ കപ്പലണ്ടി ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞിട്ട് വാ കൊണ്ട് ഇങ്ങനെ തുറന്നിങ്ങനെ ക്യാച്ച് ചെയ്യുകയാണ്. അങ്ങനെ ഒരു തരം കളി പോലെ ഇങ്ങനെ കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി ആകന്തം വിട്ട് നോക്കുകയാണ് സുധിയെ. എന്നിട്ട് സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട്, അതാരായിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയാണ്, ഓ അതൊന്നും പറയാതിരിക്കുക ഭേദം, 2 പേരുണ്ട് ഇവിടെ, അവർ രാവിലെ വരും, എന്തോ ഓഫീസ് ജോലിക്ക് വരണ പോലെയാ, അത് രാവിലെ തന്നെ ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടി ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതുപോലെ കടലയും മറ്റുള്ള സാധനങ്ങളൊക്കെ കുറിച്ചിരിക്കും, പിന്നെ ഈ പാർക്കിൽ കൊച്ചുകുട്ടികളെ പോലെ കളിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ 1 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ആ കൃത്യസമയത്ത് കൊണ്ടുവന്ന ഭക്ഷണം അതും ഷെയർ ചെയ്തിട്ട് കഴിക്കും 2 പേരും. പിന്നെ ഒരു ഉറക്കം, അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് കറക്റ്റ് സമയത്ത് ഒരു ഓഫീസ് വിട്ട് എന്നുള്ള രീതിയിൽ കറക്റ്റ് സമയത്ത് ഇവിടെ നിന്നും പോവുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. സച്ചി പറയുന്നുണ്ട്, ഓഹ് ഇതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെ. അങ്ങനെ വീണ്ടും ഒരു 50 രൂപ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഈ സെക്യൂരിറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സച്ചി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, മൊബൈൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് സുധി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും മൊബൈലിൽ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെ ഈ കടലിങ്ങനെ കുറിക്കുന്നതും അതുപോലെ കൃത്യം സമയത്ത് പോയിട്ട് സീസോ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും അപ്പുറം ഇരുന്ന് കുട്ടികളെ പോലെ സീസോ കളിക്കുകയും 1 മണി ആയി എന്നും പറഞ്ഞ് വേഗം ഓടി വന്ന് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം അതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അതിനുശേഷം അതൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ അടച്ചു വെച്ചതിന് ശേഷം മൊബൈലൊക്കെ സൂക്ഷിച്ച് വെച്ച് അവിടെ കിടന്ന് ആ ഒരു ബാഗിൽ തല വെച്ച് അവിടെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ ഉടനെ ഒരു ചായയും ഒരു സ്നാക്സും കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ 5 മണിയായി എന്നും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതെല്ലാം തന്നെ അത്രയും മണിക്കൂറോളം സച്ചി ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഘട്ടഘട്ടമായിട്ട് സച്ചി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സച്ചി ഏകദേശം ഒരു 3-4 മണിക്കൂറായി അവിടെ ഇരിക്കുന്നത്. അതൊക്കെ നിരീക്ഷിച്ച് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ നേരെ സച്ചി പോകുന്നത് വീട്ടിലേക്കാണ്.
അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ട് അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. അച്ഛ അമ്മ ഞാനൊരു ഒരു സിനിമ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ എനിക്കിപ്പോൾ സിനിമ ഒന്നും കാണണ്ട എന്നിങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ അമ്മ കാണേണ്ടതാണ്, അവിടെ ഇരിക്കുക, അച്ഛനും കാണേണ്ടതാണ്. എന്നിട്ട് ഇതുപോലെ ഈ ശ്രുതിയെയും അതുപോലെ നമ്മുടെ ശ്രീകാന്തിനെയും വർഷയെയും ഒക്കെ വിളിച്ചു വരുത്തുകയാണ്. എല്ലാവരും ഇവിടെ ഇരിക്കും, ഞാനൊരു നല്ല സൂപ്പർ പടം കാണിച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ നീ കാണിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒളിച്ചോടി പോണൊരുത്തനുണ്ടല്ലോ അവനെ പറ്റിയുള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരാണ്. ശ്രുതി പറയുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാത്ത ശ്രുതിയെ നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ടേ, എനിക്കത് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ എന്തിനാ ഇപ്പം ശ്രുതിയെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും അവിടെയുണ്ട്. മോള് മോള് തിരക്ക് പിടിക്കല്ലേ, എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മോള് ഇതുപോലെ ചൂടായാൽ മതി, ഇപ്പോഴേ തന്നെ പ്രഷർ കയറ്റണ്ട എന്ന് സച്ചി പറയുന്നുണ്ട് ശ്രുതിയോടായിട്ട്. അങ്ങനെ ചന്ദ്രയ്ക്ക് അപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി, ഇവൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് ശ്രുതിയെ പറ്റിയിട്ട്. കാരണം ചന്ദ്രയ്ക്ക് അറിയാം ശ്രുതിക്ക് ജോലിയില്ലാത്ത കാര്യങ്ങളൊക്കെ. അങ്ങനെ ചന്ദ്ര പറയാണ്, എല്ലാവരും അവരവരുടെ പാട്ടിന് പോയി പണിയെടുക്കാൻ നോക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ഇവൻ്റെ ഈ കൂത്താട്ടത്തിന് ആരും നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം വെറ്റ ആരും പോകണ്ട എന്നും പറഞ്ഞ് സച്ചി പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ സച്ചിയും അവൻ ഷൂട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും മുന്നിലും ടി വിയിൽ കണക്ട് ചെയ്ത് എല്ലാവരെയും കാണിക്കുകയാണ് കേട്ടോ. അത് കണ്ട് ശ്രുതിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അപ്പം ശ്രുതി കുറച്ച് നേരം ഇങ്ങനെ കണ്ടതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, വെറുതെ ആവശ്യമില്ലാത്ത അവർ ഓരോ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പാർക്കിൽ പോകുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് കച്ചവടമൊക്കെ നടക്കുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ശരി നിർത്ത്, ഞാൻ ബാക്കിയും കൂടി കാണിക്കാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ വീഡിയോയും കാണിക്കുന്നുണ്ട്. പോരാത്തതിന് ആ സെക്യൂരിറ്റി പറഞ്ഞ ആ ഒരു കാര്യങ്ങളും കൂടി എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ്, കേൾപ്പിക്കുന്നുണ്ട്. സെക്യൂരിറ്റി 2-3 മാസമായി ഈ ഒരു പരിപാടിയാണ് ഈ 2 പേരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചി നമ്മുടെ ശ്രുതി പോയിക്കൊണ്ടിരിക്കുന്ന കാർ ഷോറൂം ഉണ്ടല്ലോ, അവിടെയും പോയിട്ടുണ്ടായിരുന്നുണ്ട്. അവരുടെയും വോയിസ് റെക്കോർഡ് എടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ശ്രുതി എന്ന് പറയുന്ന ആളിവിടെ 2 ആഴ്ച ജോലിക്ക് നിന്നിരുന്നു, പിന്നെ അവൻ്റെ ഒരു കൈപ്പഴ മൂലം കുറേ കച്ചവടം നഷ്ടപ്പെട്ടു, അതിനാൽ മുതലാളി അയാളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യം കൂടിയും എല്ലാവരെയും കേൾപ്പിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും ഒരു അന്തം വിട്ടമായിരുന്നു നിൽക്കുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്, ഇത്രയും നാളെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നോ എന്നുള്ള രീതിയിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് ശ്രുതിയുടെ തല കുമ്പിട്ട് ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പം ചന്ദ്രയ്ക്ക് ഇതറിയാമെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ എനിക്ക് നേരത്തോടെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതി അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ശ്രുതി കടന്നു വന്നിട്ട് പറയാണ്, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പൂക്കച്ചവടം വെച്ചിരിക്കുന്നത് എനിക്ക് നാണക്കേടാണ് എന്ന് പറയും. എന്നിട്ടൊക്കെയാണ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് നല്ല സെയിലായിരുന്നു ശ്രുതി, ഇന്ന് നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടന്നിട്ട് എനിക്ക് എന്തായാലും ശമ്പളം അടുത്ത മാസം കൂട്ടിത്തരും. അതുപോലെ തന്നെ ഇന്ന് ഞാൻ വിജയ്ക്ക് ഞാനൊരു കാറ് വിറ്റു, ഒരു കാറ് വാങ്ങിക്കാനാണ് അദ്ദേഹം വന്നത്. എന്നിട്ട് എൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം എൻ്റെ അഭിപ്രായത്തോട് യോജിച്ച് 2 കാർ എടുത്തു. അങ്ങനെയൊക്കെ ഓരോ ഇല്ലാത്ത കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ, മതി ശ്രുതി, നിർത്ത്, നിന്നോട് നിർത്താനല്ലേ പറയണെന്നും പറഞ്ഞ് കൈ ഇങ്ങനെ പിടിച്ച് അമർത്തുകയാണ്. അല്ലമ്മ ഞാൻ പറയട്ടെ എന്നും പറഞ്ഞ് വീണ്ടും ശ്രുതി ഓരോ പൊങ്ങച്ചവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ സച്ചി ആണെങ്കിൽ, ആണോടാ അങ്ങനെയൊക്കെ ചെയ്തോ നീ എന്നിട്ട് എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ ഓരോ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അപ്പം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, ഈ പറയണ മുഴുവൻ പച്ചക്കള്ളാണെന്ന് എല്ലാവർക്കും മനസ്സിലാവാണ്. അങ്ങനെ സച്ചി പറയാണ്, ഇനി നിന്റെ കഥകളൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരട്ടെ എന്നും പറഞ്ഞിട്ട് ഈ വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. താൻ ഇത്രയും നാളും പറഞ്ഞതും ചെയ്തതും ഒക്കെ പൊളിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം നേരെ നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി ആണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയാണ്, ഇത്രയും വലിയ നുണ നീ പറയാനായിട്ട് എന്താടാ, നീയൊക്കെ മനുഷ്യനാണോടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ കച്ചവടത്തിനെ കുറ്റം പറഞ്ഞതിനെ കുറിച്ചൊക്കെ സച്ചി പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയും പറയുന്നുണ്ട് അദ്ദേഹത്തിന്, അതായത് സച്ചിക്ക് 1 ആഴ്ചയോളം ജോലി ഇല്ലാതിരുന്നു. ആ സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ശ്രുതിയൊക്കെ ചേർന്നിട്ട്, വെറുതെ ഇരുന്ന് തിന്നാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആ സമയത്ത് നമ്മുടെ രേവതിയുടെ
കയ്യിലെ 2 വളകളൊക്കെ പണയം വെച്ചിട്ടാണ് ആ ചെലവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ രേവതിയും വിളിച്ച് പറയുന്നുണ്ട്. ഒരാൾ നിങ്ങൾ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഭർത്താവിന് ഒരാഴ്ച ജോലി ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹം വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല, അദ്ദേഹം ജോലി ചെയ്തായിരുന്നു, ജോലി മാറ്റി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രേവതിയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരുടെയും സംസാരം കേൾക്കുമ്പോൾ ശ്രുതിക്ക് എന്തെന്നില്ലാത്ത ഒരു വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ, അതുപോലെ സച്ചി പരിഹസിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ സഹിക്കാനാവാതെ ശ്രുതിയുടെ അരിയിലേക്ക് ശ്രുതി എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ മിണ്ടണ്ട എന്നോട് എന്നും പറഞ്ഞു വേഗം തന്നെ റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിടുകയാണ്. അങ്ങനെ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞിട്ടൊന്നും തുറക്കുന്നില്ല. അച്ഛൻ്റെ വകയാണെങ്കിലും അതുപോലെ നമ്മുടെ ശ്രീകാന്തും വർഷയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ശ്രുതിയെ. ഇങ്ങനെ ഒരു നുണ പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെ മുന്നോട്ട് പോയത്? ജോലി പോയെങ്കിൽ പൊക്കോട്ടെ, ജോലി പോയെന്ന് നിങ്ങൾക്ക് ഇവിടെ നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഈ പോലെ ഇങ്ങനെ രാവിലെ പൊതിയും കെട്ടി ഭക്ഷണം കൊണ്ടുപോയി പാർക്കിൽ കിടന്നുറങ്ങേണ്ട കാര്യം എന്തായിരുന്നു? ഇവിടെ സത്യം തുറന്ന് പറയായിരുന്നില്ല എന്നൊക്കെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രുതിയുടെ ആ ഒരു കള്ളത്തരം പൊളിച്ചടക്കുന്നത് മറ്റാരുമല്ല, സച്ചി തന്നെയാണ്. അങ്ങനെ സച്ചിയെ ഒരുപാട് ദേഷ്യം കൂടുകയാണ് ശ്രുതിക്കും ഒക്കെ. കാരണം ഇവന് എപ്പോഴും ഇവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടിരുന്നത് സച്ചിയാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം. പക്ഷെ ഇതിന്റെ കൂടുതൽ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.